നമസ്കാരം. ചൊവ്വാദോഷം പലരും പേടിക്കുന്ന ഒന്നാണിത്. എന്നാൽ എല്ലാ ചൊവ്വാദോഷത്തിലും ദോഷമുണ്ടാകുന്നില്ല. ചില സ്ഥാനത്ത് വരുമ്പോഴാണ് അത് ദോഷമായി മാറുന്നത്. പ്രധാനമായിട്ടും ചൊവ്വ 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും വരുമ്പോൾ അത് ദോഷമാകുന്നു. കാരണം 7 വിവാഹത്തിനും 8 ആയുസ്സിനുമാണ്. അപ്പോൾ വിവാഹത്തിനും ആയുസ്സിനും ഒക്കെ തടസ്സം വരുമ്പോഴാണ് കൂടുതലായിട്ടും ചൊവ്വാദോഷം ബാധിക്കുന്നത്. പ്രധാനമായിട്ടും ചൊവ്വാദോഷം ഈ 7-ലും 8-ലും ഭാവത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങളും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ജോലി സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. നമുക്കൊരു അസുഖം വരാതിരിക്കാൻ നമുക്ക് പ്രിക്വേഷൻ എടുക്കാം. ഇനി അഥവാ വന്നാലും നമുക്ക് മെഡിസിൻ കഴിക്കാം. അതുപോലെ തന്നെയാണ് ആസ്ട്രോളജിയിലും. നമുക്കത് ഒരു സംഭവം വരാതിരിക്കാൻ നമുക്ക് പ്രിക്വേഷൻ എടുക്കാം, പരിഹാരങ്ങൾ ചെയ്യാം. ഇനി അഥവാ വന്നു കഴിഞ്ഞാലും നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് പക്ഷെ ഒരാളുടെ ജാതകം കൃത്യമായി വെച്ച് നോക്കിയിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ചൊവ്വയുടെ കൂടെ ശനി, രാഹു, കേതു ഒക്കെ വരുമ്പോഴാണ് ഇതുമൂലമുള്ള ദോഷം കൂടുതലായും ബാധിക്കുന്നത്. അതുപോലെ തന്നെ പലർക്കുമുള്ള സംശയമാണ് ചൊവ്വാദോഷമുള്ളവരെ വിവാഹം കഴിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് വരനും വധുവിനും ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അതുമൂലമുള്ള ദോഷമില്ലാതെയാകുമെന്നാണ് ജ്യോതിഷപ്രകാരമുള്ള വിശ്വാസം. അതുപോലെ തന്നെ ചൊവ്വാദോഷത്തിനൊരു പരിഹാരമായി പറയപ്പെടുന്നത് നവഗ്രഹ പൂജയാണ്. എല്ലാ മലയാള മാസത്തിലും നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസത്തിൽ നമുക്ക് നവഗ്രഹ പൂജ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും ഉത്തമമാണ്.